വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, അവരെല്ലാവരുടെയും സ്മരണയ്ക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒട്ടും എളുപ്പമായിരുന്നില്ല നമ്മുടെ യത്നം എന്ന കാര്യമാണ്.